കർത്താവിൽ പ്രിയരെ, ക്രിസ്തീയ സഭകൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും സ്മരിക്കുന്ന നാളുകളാണ് നമ്മുടെ മുൻപിൽ. ഇന്നത്തെ ചിന്താവിഷയം ജീസസ് ക്രൈസ്റ്റ് ഹൂ ട്രാൻസ്ഫോംസ്. യേശു ക്രിസ്തു രൂപാന്തരപ്പെടുത്തുന്നു. നോമ്പ് എന്ന് പറയുന്നത് നൊമ്പരത്തിന്റെ നാളുകളായിട്ടാണ് നാം കാണുന്നത്. താല്പര്യമുള്ള പല രുചികളോടും വിട പറയുക, ഒപ്പം ജീവിതത്തിന് യഥാർത്ഥ രുചി പകരുന്ന ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭവുമാണ്. സ്വയം അടിച്ചേൽപ്പിക്കുന്ന ഒരു ശിക്ഷണം, സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ, നോമ്പിൽ അന്തർലീനമാണ്. സ്വയവിമർശനവും പുതുക്കപ്പെടുവാനുള്ള താല്പര്യവും നോമ്പിൽ അടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സെന്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 1-11. വാക്യം 11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന ഒരു പശ്ചാത്തലം. അവിടെ അതിന്റെ മധ്യത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുകയാണ്. ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും ഇടപെടലും വിലപ്പെട്ടതായി തീരുന്നത്. ജീസസ് ട്രാൻസ്ഫോർമേഷണൽ പ്രസൻസ് ആൻഡ് ഇന്റർവെൻഷൻ ഓഫ് ജീസസ് റിസൾട്ട്സ് ഇൻ ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. നിറമില്ലാത്ത, മണമില്ലാത്ത, രൂപമില്ലാത്ത വെള്ളം രുചിപ്രദമായ വീഞ്ഞായി തീരുന്നു. ഇവിടെയാണ് ക്രിസ്തുവിന്റെ വില നാം അറിയുന്നത്. ട്രാൻസ്ഫോമിംഗ് വാട്ടർ ഇൻടു വൈൻ. അടയാളങ്ങളുടെ അഥവാ അതിശയങ്ങളുടെ ആരംഭം. ഇത് ദൈവസ്നേഹത്തിന്റെ, കരുതലിന്റെ അടയാളങ്ങളാണ്. ഒപ്പം ദൈവരാജ്യ അനുഭവത്തിന്റെ വെളിപ്പെടുത്തലും. വിവാഹം നടക്കുന്ന ഒരു ഭവനമാണ് പശ്ചാത്തലം. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അതിന്റെ മധ്യത്തിലാണ് ദുരനുഭവം. മനുഷ്യന്റെ ജീവിതാവശ്യങ്ങളെ അറിയുന്ന ക്രിസ്തു, അതിനോട് വേണ്ട വിധം പ്രതികരിക്കുന്ന, ഇടപെടുന്ന ക്രിസ്തു. ആ ക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ. ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നാം ദിനംതോറും വളരണം. വെള്ളം അതിന്റെ നാഥനെ അറിഞ്ഞപ്പോൾ ഏറ്റവും നല്ല വീഞ്ഞായി. ഇവിടെ നിരാശ മാറി സന്തോഷത്തിന്റെ പുതിയ മേഖല കാണുന്നു. വാക്യം 5. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ഇവിടെ യേശുക്രിസ്തുവിന്റെ അമ്മയുടെ പങ്കും ശുശ്രൂഷക്കാരുടെ അനുസരണവും ശ്രദ്ധേയമാണ്. അവരുടെ നിരുപാധികമായ അനുസരണം, ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ്. കൽപാത്രങ്ങൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നു. വെളിപ്പറമ്പിൽ നിന്നും കലവറയിലേക്ക് നീങ്ങുന്നു. ശുശ്രൂഷകർ അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവകൃപയുടെ പങ്കുകാരാകുന്നു. യേശുക്രിസ്തുവിന്റെ അവസരോചിതമായ ഇടപെടൽ രൂപാന്തരത്തിന് ഇടയാകുന്നു. സാഡ്നെസ് ഓർ ഡിസപ്പോയിന്റ്മെന്റ് ഈസ് ചേഞ്ചിങ് ഇൻടു ചിയർഫുൾനെസ്. അതാണ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ നിസ്തുലത. ഭവനവും ഭവനത്തിൽ വന്നവരും ഒരേപോലെ അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ദൈവഹിതത്തിന് വിധേയപ്പെടുവാനും അനുസരിക്കുവാനും നമുക്കിടയാകണം. അപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ സാധിക്കുന്നത്, ദൈവിക ശുശ്രൂഷയിൽ പങ്കുകാരാകുവാൻ ഇടയാകുന്നത്. വേദപുസ്തകത്തിൽ എത്രയോ സംഭവങ്ങൾ ഉദാഹരണങ്ങളായിട്ടുണ്ട്. വരും നാളുകളിൽ ദൈവത്തിന്റെ ഇടപെടലിനായി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി, അതിലൂടെ സന്തോഷത്തിന്റെ പുതിയ മേഖലകളെ കാണുവാൻ, മറ്റുള്ളവർക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും സന്തോഷത്തിന്റെ അനുഭവം പകരുവാൻ നമുക്കിടയാകണം. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ.